ഹ്യൂമൻ ബീങ്സ് ന്യൂറോൺസ് ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര വലിയ കൺസെപ്റ്റാണ്. ഇതൊക്കെ എങ്ങനെ പറ്റി? ഇത് ഈ ഇൻസൈറ്റ് എവിടെ നിന്ന് കിട്ടിയ? അത് ഒരു ഇമേജറി തോന്നുന്നതാണ്. ഒരു കാര്യം എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിയാതാവുമ്പോൾ സ്പിരിച്വാലിറ്റി കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലാംഗ്വേജിൽ. അതിൽ ഈ ഹ്യൂമൻ ബീങ്സ് ആർ ന്യൂറോൺസ് ഓഫ് ദി എർത്ത് എന്ന് പറയാൻ കാരണം നമ്മൾ ബ്രെയിൻ സെൽസിനെ പോലെയാണ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത് ഓൺ ദ പ്ലാനറ്റ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമ്മൾ പ്ലാനറ്റിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരുടെയും കൂടെ ചിന്തകൾ, ലൈക്ക് ഓൾ ദ ന്യൂറോൺസ് ടുഗെദർ മേക്ക് ദ ബ്രെയിൻ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ചിന്തകളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ വേൾഡ് ഉണ്ടാക്കുന്നത്. മൃഗങ്ങളൊന്നും ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല ലോകം കാണുന്നത്. അവർ ഭൂമിയാണ് കാണുന്നത്. ലോകം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യൻ്റെയാണ്. അതായത് ഇങ്ങനൊരു ലോകമുണ്ട്, ഇവിടെ സമയമുണ്ട്, ടൈമിന് നോക്കാനായിട്ട് ക്ലോക്കുണ്ട്. ഇത് വേറെ മൃഗങ്ങൾക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ അവർ അവരുടെ ടൈമിംഗ് അനുസരിച്ച് അവർ ജീവിക്കുന്നു. ദാറ്റ്സ് വൈ ടൈം ആൻഡ് ടൈമിംഗ് ആർ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞ ബുക്കിൽ എഴുതിയിട്ടുള്ള പോർഷൻ അതാണ്. ദാറ്റ് ലോകം മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് മനസ്സുകൊണ്ട്. അപ്പോൾ ആ ലോകം സൃഷ്ടിക്കുന്ന മനസ്സിൻ്റെ ഓരോ ന്യൂറോണാണ്, ആ ബ്രെയിനിൻ്റെ ഓരോ ന്യൂറോണാണ് ഓരോ മനുഷ്യനെന്ന് പറയുന്ന പോലെ ഈ ലോകത്തിൻ്റെ ആ ഒരു ബിഹൈൻഡ് ഇറ്റ് ഒരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഓരോരുത്തരുടെയും തോട്ട്സാണ്.